ഹായ് ഓൾ. മാജിക് പ്രാക്ടീസിൻ്റെ മൂന്നാമത്തെ ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡേ 1ൻ്റെയും ഡേ 2ൻ്റെയും പ്രാക്ടീസ് കൃത്യമായി ചെയ്തിട്ട് വേണം ഡേ 3യിലേക്ക് കടക്കാനായിട്ട്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയാണ്. നല്ല സമ്പദ്സമൃദ്ധമായൊരു ജീവിതവും വ്യക്തിബന്ധങ്ങളും ഒക്കെയും നമ്മൾക്ക് വേണമെങ്കിൽ ഇത്തരം പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യുന്നത് നമ്മളെ കൂടുതൽ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകും. മാജിക് സ്റ്റോണിൻ്റെ പ്രാക്ടീസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. എപ്പോഴൊക്കെയോ മാജിക് സ്റ്റോൺ നമ്മൾ കയ്യിലെടുക്കുന്നുവോ അപ്പോഴൊക്കെ നമുക്ക് നന്ദി പറയാം. എല്ലാത്തിനും നന്ദി പറയാം. നമുക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാം. മാജിക് സ്റ്റോൺ നമ്മൾ കിടക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കിടക്കുന്നതിന് തൊട്ട് മുന്നേയും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ചെയ്യുക. നന്ദി പറയാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് എന്തൊക്കെയാണുള്ളതെന്ന് നമ്മൾ അറിയുന്നത്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് അടുപ്പമുള്ള 3 റിലേഷൻഷിപ്പിലെ വ്യക്തികൾക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്. കൃതജ്ഞാഭരിതമായിരിക്കേണ്ട നിങ്ങളുടെ ഏറ്റവും അടുത്ത 3 ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഒരുപക്ഷെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ഭാര്യ, അല്ലെങ്കിൽ മകൻ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത്, ബിസിനസ് പങ്കാളി, അല്ലെങ്കിൽ സഹോദരി എന്നിവരെയൊക്കെ ആകാം. നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത്, അമ്മൂമ്മ, നിങ്ങളുടെ അമ്മാവൻ എന്നിവരെയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഏതെങ്കിലും 3 ബന്ധങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടത്തോടെ തിരഞ്ഞെടുക്കാം. ഓരോ വ്യക്തിയുടെയും ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഫോട്ടോ ആ വ്യക്തി തനിച്ചുള്ളതോ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളതോ ആകാം. നിങ്ങളുടെ 3 ബന്ധങ്ങളും ഫോട്ടോകളും ഒരിക്കൽ നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ മാന്ത്രികത പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾ സ്വയം തയ്യാറായി കഴിഞ്ഞു. ഓരോ വ്യക്തിയിലും നിങ്ങൾ ഏറ്റവും കൃതജ്ഞാലുവായിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഇരുന്നൊന്ന് ചിന്തിക്കുക. ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് അവരുടെ ഏറ്റവും മികച്ച ഗുണങ്ങൾ? അവരുടെ ക്ഷമ, കേട്ടിരിക്കാനുള്ള കഴിവ്, ശക്തി, ശരിയായ വിധി നിർണയം, അറിവ്, കഴിവുകൾ, ചിരി, അവരുടെ കണ്ണുകൾ, അലിവുള്ള ഹൃദയം എന്നിവയോട് നിങ്ങൾക്ക് കൃതജ്ഞാഭരിതരായിരിക്കാം. ആ വ്യക്തിയോടൊപ്പം ചെയ്യുന്ന നിങ്ങൾ ആസ്വദിക്കുന്ന കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ പിന്തുണച്ച, പരിപാലിച്ച, നിങ്ങൾക്കായി നിലകൊണ്ട ആ സമയത്തെ നിങ്ങൾക്ക് ഓർമ്മിക്കാം. ആ വ്യക്തിയിൽ നിങ്ങൾ നന്ദിയോടെ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം ചെലവഴിച്ച ശേഷം അവരുടെ ചിത്രം നിങ്ങളുടെ മുന്നിലായി വയ്ക്കുക. ഒരു പേനയും നോട്ട്ബുക്കും എടുത്ത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലായാലും ആ വ്യക്തിയിൽ നിങ്ങൾ ഏറ്റവും കൃതജ്ഞതയോടെ കാണുന്ന 5 കാര്യങ്ങൾ രേഖപ്പെടുത്തുക. ഈ 5 കാര്യങ്ങളുടെ പട്ടിക ഉണ്ടാക്കുമ്പോൾ ആ വ്യക്തിയുടെ ചിത്രത്തിൽ നോക്കി ഓരോ വാചകത്തിനും നന്ദി എന്ന മാന്ത്രിക വാക്കോടെ തുടങ്ങുക. ആ വ്യക്തി അവരുടെ പേരിൽ അഭിസംബോധന ചെയ്തു വേണം എഴുതാൻ. നിങ്ങൾ എന്തിനാണ് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നത് സ്വയം എഴുതുക. ഉദാഹരണത്തിന്, നന്ദി നമ്മൾ ആരാണെന്ന് വെച്ചാൽ ആ ആളെക്കുറിച്ച്. എല്ലായ്പ്പോഴും എന്നെ ചിരിപ്പിച്ചതിന് നന്ദി, അല്ലെങ്കിൽ നന്ദി അമ്മ കോളേജ് കാലത്തിലെല്ലാം എന്നെ ഒരുപാട് സഹായിച്ചതിന് നന്ദി. എന്നിങ്ങനെ പല കാര്യങ്ങൾക്കും നന്ദി എഴുതാം. 3 പേർക്കുമുള്ള പട്ടികകൾ നിങ്ങൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ അവരുടെ ചിത്രങ്ങൾ ഇന്ന് നിങ്ങൾക്കൊപ്പം സൂക്ഷിച്ച് മാന്ത്രിക പരിശീലനം തുടരുക. ചിത്രങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ കഴിയും വിധമുള്ള സ്ഥലത്ത് തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങൾ എപ്പോഴൊക്കെ ഈ ചിത്രങ്ങളിൽ നോക്കുന്നു അപ്പോൾ ആ വ്യക്തിക്ക് മാന്ത്രിക വാക്കായ നന്ദി പറഞ്ഞുകൊണ്ട് കൃതജ്ഞത പേരെടുത്ത് പറഞ്ഞ് പ്രകാശിപ്പിക്കുക. നിങ്ങൾ ധാരാളമായി യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബാഗിലോ പോക്കറ്റിലോ ഇവരുടെ ചിത്രങ്ങൾ സൂക്ഷിക്കുക. ദിവസത്തിൽ 3 തവണ ഫോട്ടോകളിൽ നോക്കി ഇതേ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ബന്ധങ്ങളെ മാന്ത്രിക ബന്ധങ്ങളാക്കി മാറ്റാൻ കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ ഈ വിസ്മയിപ്പിക്കുന്ന പരിശീലനം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ദിവസവും പ്രയോഗിച്ച് നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും അതിഗംഭീരമാക്കാം, ബ്യൂട്ടിഫുൾ ആക്കാം. നിങ്ങൾക്ക് ഇത് ഒരേ ബന്ധത്തിൽ ആഗ്രഹമുള്ളത്ര തവണ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ബന്ധങ്ങളിലെ നല്ല കാര്യങ്ങളോട് നിങ്ങൾ എത്രയധികം നന്ദിയുള്ളവരായിരിക്കുന്നു അത്ര വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബന്ധവും അത്ഭുതകരമായി മാറും. ഒന്നുകൂടി ഞാനിവിടെ നിങ്ങളുടെ പ്രാക്ടീസ് പറയാം. നിങ്ങളുടെ 3 അടുത്ത ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുക. ഓരോ വ്യക്തിയുടെയും ഫോട്ടോഗ്രാഫ് ശേഖരിക്കുക. ചിത്രം നിങ്ങൾക്ക് മുന്നിൽ വെച്ച് ഓരോ വ്യക്തിയിലും നിങ്ങൾ ഏറ്റവും നന്ദിയോടെ കാണുന്ന 5 കാര്യങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിലോ കമ്പ്യൂട്ടറിലോ രേഖപ്പെടുത്തുക. ഓരോ വാചകവും അവരുടെ പേരടക്കം നന്ദി എന്ന മാന്ത്രിക വാക്കോടെ തുടങ്ങുക. നിങ്ങൾ പ്രത്യേകമായി കൃതജ്ഞത പ്രകടിപ്പിക്കുന്നത് എന്തിനാണെന്നും പറയുക.
ഈ 3 ചിത്രങ്ങളും നിങ്ങൾക്കൊപ്പം സൂക്ഷിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കാണുന്ന സ്ഥലത്ത് വയ്ക്കുക. കുറഞ്ഞത് 3 സന്ദർഭങ്ങളെങ്കിലും ദിവസത്തിൽ ചിത്രങ്ങളിൽ നോക്കുക. ചിത്രത്തിലെ വ്യക്തിയുടെ മുഖത്ത് നോക്കി മാന്ത്രിക വാക്കായ നന്ദി അവരുടെ പേരുൾപ്പെടെ പറഞ്ഞു നന്ദി പ്രകാശിപ്പിക്കുക. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി നിങ്ങളുടെ മാന്ത്രികക്കല്ല് ഒരു കയ്യിൽ പിടിച്ച് അന്നേ ദിവസം സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയുക. ഈ മാജിക് പ്രാക്ടീസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും നമ്മുടെ നന്ദി എന്ന ആ ഒരു ഫീലിംഗ് ചെല്ലുന്നതിലൂടെ നമ്മളുടെ ലൈഫും സ്വയം ഒരു മാജിക്കായി മാറുന്നത് നിങ്ങൾ സ്വയം അനുഭവിച്ചറിയാൻ തുടങ്ങും. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. ഞാനൊരു ലൈഫ് അട്രാക്ഷൻ കോച്ചാണ്. അതുപോലെ ലൈഫ് അട്രാക്ഷൻ്റെ കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത്. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഒരുപാട് സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.